ഒരാശുപത്രിയിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. കുഞ്ഞു ജനിച്ചയുടൻ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. കാരണം അവളുടെ വയറ്റിൽ നിന്ന് ഒരു ചെറിയ കൈ പുറത്തേക്ക് വരുന്നു. ആരുടെയും സഹായമില്ലാതെ കുഞ്ഞു തനിയെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് ഡോക്ടർമാരും നഴ്സുമാരും അത്ഭുതപ്പെടുന്നു. കുഞ്ഞ് ഉടൻ തന്നെ അച്ഛന്റെ സ്മാർട്ട് ഫോൺ വാങ്ങി അതിൽ അതിവിദഗ്ധമായി സ്വൈപ്പ് ചെയ്യുകയും ടാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഗൂഗിൾ തുറന്നതിന് ശേഷം പൊക്കിൾക്കൊടി എങ്ങനെ മുറിക്കാമെന്ന് കുഞ്ഞു തിരയുന്നു. തുടർന്ന് നഴ്സിനോട് കത്രിക ചോദിച്ച് സ്വയം പൊക്കിൾക്കൊടി മുറിക്കുന്നു. ഇത് കണ്ട് ഡോക്ടർമാർക്കും മാതാപിതാക്കൾക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തതായി കുഞ്ഞ് വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെടുകയും നഴ്സിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ എടുക്കുകയും ചെയ്യുന്നു. നഴ്സിനൊപ്പം ഒരു സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. പെട്ടെന്ന് കുഞ്ഞ് കട്ടിലിൽ നിന്ന് താഴെ വീഴുന്നു. പക്ഷേ ഭാഗ്യവശാൽ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല. പിന്നീട് കുഞ്ഞ് ഡോക്ടറുടെ ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് നൂഴ്ന്നിഴിഞ്ഞു പോവുകയും സ്വന്തം വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ഒരു തത്സമയ സംപ്രേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് അടുത്തുള്ള വാക്സിനേഷൻ സെന്റർ കണ്ടെത്തുന്നു. അവിടെ എത്തിയ ശേഷം കുഞ്ഞ് വാക്സിൻ എടുക്കുന്നു. ഇതോടെ കുഞ്ഞ് ഒരു ഇന്റർനെറ്റ് സെൻസേഷനായി മാറുന്നു. ഗുണപാഠം: ഒരാളുടെയും കഴിവുകളെക്കുറിച്ച് കുറച്ചു കാണരുത്. ആത്മവിശ്വാസവും പഠിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ എത്ര ചെറുതാണെങ്കിലും വലിയ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും.